പെൺകുട്ടികളിൽ മെൻസസ് വൈകുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് ഇപ്പോൾ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഈ കംപ്ലൈൻറ്റ് ഇപ്പോൾ ധാരാളം പെൺകുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. മുമ്പെല്ലാം ഒരു പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ശേഷം അവർക്ക് പ്രഗ്നൻ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണ് PCOD കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ലാതെ വളരെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും മെൻസസ് ആയ ശേഷം ആദ്യ വർഷത്തിൽ തന്നെ പല പെൺകുട്ടികളിലും ഈ PCOD കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു പ്രധാന കാരണം? ഇപ്പോൾ പെൺകുട്ടികളിൽ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നതിന് എന്താണ് കാരണം എന്ന് നമ്മൾ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് പെൺകുട്ടികൾക്ക് ഇപ്പോൾ വളരെയധികം സ്ട്രെസ്സ് കൂടുതലാണ്, ടെൻഷൻ കൂടുതലാണ്. ഇപ്പോൾ പെൺകുട്ടികൾ ഈ അക്കാഡമിക് ലെവലിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും അവർ ധാരാളമായിട്ട് സ്ട്രെസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ ലെവലുകളിൽ ധാരാളം ചേഞ്ച് വരികയും അത് ഈ PCODക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലും ആ പെൺകുട്ടിക്ക് മെൻസസ് വൈകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 1-2 ദിവസം വൈകി വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് ഒരു ഡേറ്റിൽ വൈകി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് PCOD ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് PCODക്ക് മറ്റ് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിന് വണ്ണം വയ്ക്കുക, അതുപോലെ തന്നെ അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ ഈ PCODക്ക് ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതെല്ലാം വരുന്നതിന് മുമ്പ് ആദ്യമായിട്ടുണ്ടാകുന്ന ചേഞ്ച് ഇവരുടെ ഈ മെൻസസ് വൈകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ഇത്തരത്തിൽ മെൻസസ് വൈകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വയറിൻ്റെ ഒരു സ്കാൻ എടുത്തിട്ട് ഈ PCODയുടെ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.